വാർത്തയിലേക്ക്. ബീഫ് നിരോധനത്തിനെ കുറിച്ച് എഴുതിയ കന്നഡ എഴുത്തുകാരിയെ ബലാത്സംഗം ചെയ്യുമെന്ന് സംഘപരിവാറിന്റെ ഭീഷണി. കന്നഡ എഴുത്തുകാരി ചേതന തീർത്ഥഹള്ളിക്കാണ് ഭീഷണി. ഫേസ്ബുക്കിലൂടെയാണ് ചേതന ഇക്കാര്യം അറിയിച്ചത്. Actually, I started receiving threats from a year when I started writing against Raghaveshwara rape issues. But later, actually in the beginning, I ignored all these things. But when they started attacking me directly in their own profiles, FB profiles, and after Kalburgi murder issue, I thought I should take it serious and I lodged complaint. His name is Madhusudan Gowda. He has created many profiles and he sends message and immediately deactivates at one profile and activate another. He is still active in Facebook and he says, please do it fast, please get me jailed, I wish to be there, I can do anything for Hinduism, I can do anything for Hindutva. He sends all these messages to me. Police had put beat to my home, they are giving security and investigation is going on. So I'm worried more about my kid. സംസ്ഥാനത്തെ ബിജെപിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ജനറൽ സെക്രട്ടറി ഉമാകാന്തിന് പകരം പി മുകുന്ദനെ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കൃഷ്ണദാസ് പക്ഷം രംഗത്തെത്തി. രാമൻപിള്ളയും പി മുകുന്ദനും തിരികെ വന്നാൽ പാർട്ടി ശക്തിപ്പെടുമെന്ന് ശോഭാ സുരേന്ദ്രനും ബിജെപിയിലെ ആശയഭിന്നത തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പി മുകുന്ദനും പറഞ്ഞു. മിസ്ഡ് കോളിലൂടെ ബിജെപി മുൻ നേതാക്കളായ പി മുകുന്ദനും കെ രാമൻപിള്ളയ്ക്കും പാർട്ടി അംഗത്വമെടുക്കാമെന്ന സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരന്റെ പ്രസ്താവനയാണ് പൊട്ടിത്തെറിക്ക് വഴിതെളിച്ചത്. പാർട്ടി വിട്ട നേതാക്കളെ മടക്കിക്കൊണ്ടുവരണമെന്നാണ് മുൻ അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെയും ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രന്റെയും നിലപാട്. സംഘടനാ ജനറൽ സെക്രട്ടറി ഉമാകാന്തിനെ മാറ്റി പി മുകുന്ദനെ കൊണ്ടുവരണമെന്ന അഭിപ്രായമാണ് കൃഷ്ണദാസ് പക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ ഇവരുടെ നീക്കങ്ങളെ ശക്തമായി എതിർക്കുകയാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പി മുകുന്ദൻ പീപ്പിളിനോട് പറഞ്ഞു. പാർട്ടിയിലേക്ക് മടങ്ങുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭിന്നതയല്ല, ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആശയക്കുഴപ്പമാണ്. അത് പരിഹരിക്കാനുള്ള നേതൃത്വം ബിജെപിക്ക് ഉണ്ടല്ലോ, പരിഹരിക്കും. അതുകൊണ്ട് അതിന്റെ ദോഷം പ്രസ്ഥാനത്തിനുണ്ടാവും. അതേസമയം വി മുരളീധരനെ രൂക്ഷമായ ഭാഷയിലാണ് കെ രാമൻപിള്ള വിമർശിച്ചത്. മുരളീധരന് രാഷ്ട്രീയ പക്വത ഇല്ലെന്നും മുകളിൽ നിന്ന് കെട്ടിയിറക്കിയതാണെന്നും അദ്ദേഹം ആരോപിച്ചു. അദ്ദേഹത്തിന് ഒന്നാമത് രാഷ്ട്രീയ പ്രവർത്തന പരിചയമില്ല, ബി ജെ പിയിലും പരിചയമില്ല, ബി ജെ പിയെ പറ്റിയും അറിയില്ല. അദ്ദേഹം ഒരു പ്രഭാതത്തിൽ അങ്ങനെ അതിൻ്റെ പ്രസിഡന്റായി വന്നേ ഉള്ളൂ. ഈ മനുഷ്യൻ വന്നതോടുകൂടി എല്ലാം തീർന്നു. അതേസമയം തെരഞ്ഞെടുപ്പിന് 10 ദിവസം മുൻപ് പി മുകുന്ദനും കെ രാമൻപിള്ളയും ഉൾപ്പെടെയുള്ളവർ ബിജെപിയിലേക്ക് വന്നാൽ പാർട്ടിക്ക് ഗുണമുണ്ടാകുമെന്ന് താൻ കരുതുന്നില്ലെന്ന് വി മുരളീധരൻ തിരിച്ചടിച്ചു. രാമൻപിള്ള സാറിന് ഈ പുതിയ സാഹചര്യങ്ങൾ മനസ്സിലായിട്ട് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് വെച്ചാൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണ് ഇരുന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ 10 ദിവസത്തിനുള്ളിൽ അവർ വന്നിട്ട് ഉടനെ കേരളത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SNDPയെ കൂട്ടുപിടിച്ച് അക്കൗണ്ട് തുറക്കാമെന്നത് ബിജെപിയുടെ വ്യാമോഹമെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്ത് SNDPയെ വർഗീയതയുടെ തൊഴുത്തിൽ കെട്ടാനുള്ള ശ്രമം പരാജയപ്പെടുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ളയും വ്യക്തമാക്കി. കൊള്ളപ്പലിശക്കാരൻ ഷൈലോക്ക് വെള്ളാപ്പള്ളിയെ കണ്ടാൽ തൊഴുമെന്ന് VS അച്യുതാനന്ദനും പറഞ്ഞു. വെള്ളാപ്പള്ളി BJP കൂട്ടുകെട്ടിനെതിരെ നിശിത വിമർശനമാണ് LDF നേതാക്കൾ ഉന്നയിച്ചത്. SNDPയെ കൂട്ടുപിടിച്ച് അക്കൗണ്ട് തുറക്കാമെന്നത് BJPയുടെ വ്യാമോഹമാണെന്ന് പിണറായി വിജയൻ കാസർഗോഡ് അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷം ദുർബലമായിക്കൂടാ, മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർബലമായിക്കൂടാ എന്ന ചിന്തയോടെ LDFനെ സഹായിക്കാനും പിന്താങ്ങാനും തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലെത്തുന്നതായി ഞങ്ങൾ കാണുന്നു. വെള്ളാപ്പള്ളിയെ കണ്ടാൽ കൊള്ളപ്പലിശക്കാരനായ ഷൈലോക്ക് പോലും തൊഴുതുപോകുമെന്ന് VS പറഞ്ഞു. സ്വന്തം സമുദായത്തിലെ സഹോദരിമാരിൽ നിന്നും അമ്മമാരിൽ നിന്നും SNDPയെ വർഗീയതയുടെ തൊഴുത്തിൽ കെട്ടാനുള്ള ശ്രമം പരാജയപ്പെടുമെന്ന് S രാമചന്ദ്രൻ പിള്ള അഭിപ്രായപ്പെട്ടു. SNDPയിലെ അവസരവാദ നേതൃത്വം പരാജയപ്പെടും, ദുർബലപ്പെടുത്തും. RSS BJP ദുർബലപ്പെടും. മൂന്നാം മുന്നണി തുടക്കത്തിൽ തന്നെ പരാജയമാണെന്ന് VM സുധീരൻ പറഞ്ഞു. SNDP BJP സഖ്യം വിജയിക്കില്ലെന്ന് രമേശ് ചെന്നിത്തലയും അഭിപ്രായപ്പെട്ടു. കേരളീയ സമൂഹത്തിന്റെ മതനിരപേക്ഷതയെ ഇൻടാക്റ്റായി നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആണ് ജനങ്ങളോട് ഇത് തുറന്നു പറയുന്നത്. ഇതേ അഭിപ്രായം തന്നെ KPA മജീദും മാധ്യമങ്ങളുമായി പങ്കുവച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. തുഷാർ വെള്ളാപ്പള്ളിക്ക് VS അച്യുതാനന്ദന്റെ മറുപടി.
വെള്ളാപ്പള്ളി നടേശനെതിരായ ആരോപണങ്ങൾ വെറുതെ ഉന്നയിച്ചതല്ല, നിയമനങ്ങൾക്ക് കോഴ വാങ്ങിയതും മൈക്രോ ഫിനാൻസ് തട്ടിപ്പും പുറത്തുകൊണ്ടുവരുമെന്നും VS പറഞ്ഞു. ഇത് സംബന്ധിച്ച രേഖകൾ ശേഖരിച്ചിട്ടുണ്ട്, വൈകാതെ കോടതിയെ സമീപിക്കുമെന്നും VS നെടുങ്കണ്ടത്ത് പറഞ്ഞു. നടേശന്റെ ഈ കൊള്ളുകില്ലായ്മയും തട്ടിപ്പും മൂലം നഷ്ടപ്പെട്ടാൽ അതുങ്ങൾ വഴിയാധാരമാകുന്ന സ്ഥിതിയാണ് ഉണ്ടാകാൻ. അതുകൊണ്ട് അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ വെള്ളാപ്പള്ളി നടേശന്റെ ഈ തട്ടിപ്പിനെ പറ്റി കോടതി വഴി ചോദ്യം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന വിവരം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വയനാട് DCC പ്രസിഡന്റിനെ വെല്ലുവിളിച്ച് കോൺഗ്രസ് വിമതൻ രംഗത്ത്. ജോസ് കണ്ടംതുരുത്തിയാണ് DCCയെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. മുള്ളൻകൊല്ലി ഡിവിഷനിൽ നിന്ന് വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് വിമതനാണ് ജോസ് കണ്ടംതുരുത്തി. വളരെ ശക്തമായ ഭാഷയിലാണ് ജോസിന്റെ വിമർശനം. എനിക്കെതിരെ നടപടിയെടുക്കാൻ DCC പ്രസിഡന്റിന് പേടിയാണ് സാധനം. കാരണം DCC പ്രസിഡന്റാണ് ആദ്യമേ ഈ ജില്ലയിൽ നടപടി നേരിട്ട ഒരു നേതാവ് എന്ന് പറയുന്നത്. വയനാട് ജില്ലയിൽ 19ഓളം വിമതരെ കോൺഗ്രസ് പുറത്താക്കിയിട്ടും ജോസ് കണ്ടംതുരുത്തിയെ DCC പുറത്താക്കിയിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, വയനാട്. പ്രധാന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കുടുംബയോഗങ്ങളിലാണ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇടതു കേന്ദ്രങ്ങളുടെ ശ്രദ്ധ. വർഗീയത ഉയർത്തുന്ന വെല്ലുവിളിയും വിലക്കയറ്റവുമൊക്കെയാണ് കുടുംബയോഗങ്ങളിലെ പ്രധാന വിഷയങ്ങൾ. അരൂർ എഴുപുന്നയിൽ കൊരമ്പത്ത് കോളനിയിൽ MA ബേബി പങ്കെടുക്കുന്ന ആദ്യ കുടുംബയോഗം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേരുണ്ട്. ഒപ്പം പ്രദേശത്തെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള ഇടത് സ്ഥാനാർത്ഥികളും. വിലക്കയറ്റം തടയുന്നതിൽ UDF സർക്കാരിന് സംഭവിച്ച വീഴ്ചയെക്കുറിച്ചാണ് ബേബിയുടെ പ്രസംഗം. തങ്ങളിത് നേരിട്ട് അനുഭവിക്കുന്നതല്ലേ എന്ന മട്ടിൽ തലയാട്ടി വീട്ടമ്മമാർ. വർഗീയതയും ഫാസിസവും വെള്ളാപ്പള്ളിയും സംഘപരിവാറുമൊക്കെ വിശദമായി പ്രതിപാദിച്ചാണ് പ്രസംഗം. BJPയുടെ RSSന്റെ ഈ തീവ്ര വർഗീയ സമീപനത്തെ മതേതര സമീപനം കൊണ്ട് തുറന്നു കാണിച്ച് പരാജയപ്പെടുത്തുന്നതിന് പകരം ഒരു സൗമ്യ വർഗീയത അത് കോൺഗ്രസ് പിന്തുടരും. ഒരു ദിവസം തന്നെ നേതാക്കൾ 4-5 കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കും. പരമാവധി വോട്ടർമാരെ ഓരോ കുടുംബയോഗങ്ങളിലും എത്തിക്കാനാണ് പ്രാദേശിക പ്രവർത്തകരുടെ ശ്രമം. ആലപ്പുഴയിൽ നിന്നും സാലി മുഹമ്മദ്. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോസ് ആലുക്കാസ് പാലക്കാട്ടും പ്രവർത്തനം ആരംഭിക്കുന്നു. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് പുതിയ ഷോറൂം. നവംബർ 8-ന് MP രാജേഷ് MP ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ആലുക്ക പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. ജോസ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ 6ാമത്തെ ഷോറൂമാണ് പാലക്കാട് ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് മാനേജർ ജിജോ, പാലക്കാട് ഷോറൂം മാനേജർ റോക്സി മാത്യു എന്നിവർ പങ്കെടുത്തു.